നമ്മുടെ ദൂരദർശൻ്റെ മലയാളം ചാനലുണ്ടല്ലോ. ദൂരദർശൻ പഴയതിലൊക്കെ മാറി. ദൂരദർശനും ഇപ്പോൾ ഒരു ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അവരും ഇപ്പോഴത്തെ ഒരു ചാനലുകളുടെ ഒരു രീതിയിലാണ്. ഞാൻ ദൂരദർശൻ കൃത്യമായിട്ട് കാണാറുള്ള ഒരാളാണ്. പലരും ചിരിക്കും. ഞാൻ ഇപ്പോഴും കാണാറുണ്ട് ദൂരദർശൻ. രാത്രി വീട്ടിലിരിക്കുമ്പോൾ സമയം കിട്ടുമ്പോൾ ദൂരദർശൻ കാണും. നല്ല ഇൻ്റർവ്യൂസ് വരുന്നുണ്ട്. ഒരുപാട് നല്ല നമ്മളെ പൈതൃകമായി ബന്ധപ്പെട്ട പരിപാടികൾ വരുന്നുണ്ട്. വാർത്ത മാത്രം കാണാറില്ലെന്നേ. വാർത്തയ്ക്ക് കാണാറുണ്ട്, വാർത്ത കാണാറില്ല. പക്ഷേ ഇപ്പോൾ ഇന്നലെയാണെന്ന് തോന്നുന്നു ഞാൻ അവരുടെ ഈ ഫേസ്ബുക്ക് പേജിൽ, ദൂരദർശൻ്റെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അവർക്കിപ്പോൾ യൂട്യൂബും ഫേസ്ബുക്ക് പേജും എല്ലാം ഉണ്ട്. അതിൽ ഞാൻ ഈ ബിജു പ്രഭാകർ, മുൻ IAS ഉദ്യോഗസ്ഥൻ തച്ചടി പ്രഭാകരൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു. ഒരു ഇൻ്റർവ്യൂ കണ്ടു എന്ന് മാത്രമല്ല, നമ്മൾ ആ ഇൻ്റർവ്യൂ ടേക്കപ്പ് ചെയ്തു. നമ്മൾ അപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ ഇതെടുത്ത് നമ്മുടെ ഡെസ്കിൽ കൊടുത്തു. അപ്പോൾ തന്നെ നമ്മൾ ഡെസ്കിൽ നിന്ന് ആ വാർത്ത കൊടുക്കുകയുണ്ടായി. കാരണം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന കിഫ്ബിയിൽ നടക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച്. തീർച്ചയായും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം KSRTC CMD ആയിരുന്നിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചെയർമാൻ ആയിരുന്നിട്ടുണ്ട്. അവർ പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ പലതിനും തലപ്പത്തിരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് വളരെ ആധികാരികമായിരിക്കും. കാരണം ഇവരാണല്ലോ നേരിട്ട് ഈ ഉദ്യോഗസ്ഥന്മാരും ഈ സർക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെടേണ്ടത്. അപ്പം അവിടെ നടക്കുന്ന കള്ളക്കളികളെക്കുറിച്ച് കൃത്യമായി നിലപാടിനാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ കിഫ്ബിയെക്കുറിച്ച് നമ്മൾ ഒരുപാട് വാർത്ത, ഞാൻ തന്നെ 1-2 വാർത്ത വിവരാവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്തിരുന്നു. അതിൻ്റെ അകത്ത് ആ വാർത്തയിലാണ് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഈ കിഫ്കോൺ എന്ന് പറയുന്ന ഇതിൻ്റെ ഒരു ഉപകമ്പനിയുണ്ട്, കിഫ്കോൺ. ഈ കിഫ്കോണിനകത്ത് പ്രവർത്തിക്കുന്നത് ഈ കിഫ്ബിയിലെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. ഈ ഉദ്യോഗസ്ഥർക്ക് 20,000 രൂപ മാസപ്പടി അഡീഷണൽ വെറുതെ 20,000 രൂപ കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നത് അങ്ങനെ പുറത്ത് വന്നൊരു വാർത്തയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഡെപ്യൂട്ടേഷന് വരുന്നതിൻ്റെ ആരും, അതായത് തൊഴിൽ വൈദഗ്ധ്യം വേണ്ട മേഖലകളിൽ ആരും ആ രീതിയിലുള്ളവർ വരുന്നില്ല. ഇവർ പലരും എങ്ങനെയാണ് നിയമിച്ചതെന്നും ആർക്കും അറിയാം. അതെ. അപ്പോൾ അങ്ങനെയുള്ളവരെ എംപ്ലോയ്മെൻറ്റ് മുഖേനയോ അല്ലെങ്കിൽ അല്ലാതെയോ എടുക്കേണ്ട തൊഴിൽ വൈദഗ്ധ്യം വേണ്ട മേഖലയിൽ പോലും ഇവർ പുറത്തു നിന്ന് സ്വന്തമായിട്ട് ആളെ എടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇവരുടെ കണക്കനുസരിച്ച് 140 പരം ജീവനക്കാരുള്ള ഇതിൽ 400 പേരാണ് ശമ്പളം മേടിക്കുന്നത്. പുറത്തുനിന്ന് ഒരുപാട് പേരെ കരാർ അടിസ്ഥാനത്തിൽ. അത് ശമ്പളം 1 ലക്ഷം 2 ലക്ഷം ഒക്കെയാണ്. ചെറിയ ശമ്പളം 1 ലക്ഷം 2 ലക്ഷം രൂപയാണ് വരുന്നത്. മാത്രമല്ല പണത്തിന് യാതൊരു വിലയില്ല ഇവിടെ. ഈ കിഫ്ബിയിൽ സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് മേടിക്കാൻ പോയിട്ടുണ്ട്. ഈ കിഫ്ബിയുടെ ഇപ്പം ഇരിക്കുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ബിൽഡിംഗ് അത് വില കൂട്ടി വെച്ച് കാണിച്ചുകൊണ്ട് അതിനകത്ത് ആ ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വലിയ അഴിമതി, അതിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ വിഷയങ്ങൾ ഇതിനകത്ത് ഉണ്ട്. കിഫ്ബി എന്ന് പറഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് സ്ഥാപനം, തട്ടിക്കൂട്ട് കമ്പനി, പണം അടിച്ചു മാറ്റുക, കമ്മീഷൻ അടിച്ചു മാറ്റുക എന്നുള്ളതല്ലാതെ യാതൊരു ഇതുമില്ലാത്ത, ഒരു ഉദ്ദേശവും ഇല്ലാത്ത. സർക്കാർ മാറിയതോടുകൂടി അവിടുത്തെ മുഖ്യൻ എടുത്ത് വെളിച്ചാടി. ഇത്രയും ദിവസം അയാളെ പേരിൽ കേസെടുക്കുക, അന്വേഷണം നടത്തി ചെയ്യത്തില്ല. നമ്മൾ എന്താണ് പറയുന്നത്? നമ്മളെ വിചാരിച്ചാൽ എന്താണ്, പിണറായി വിജയൻ മാറി VD സതീശൻ വന്ന ഉടനെ ഇവിടെ ഏതാണ്ട് നടക്കുമെന്നാണോ? ഒന്നും നടക്കില്ല, ഒരു ചുക്കും നടക്കാൻ പോകില്ല. കാരണം ഇവരൊക്കെ ഒന്നിൻ്റെ തുടർച്ചയാണ് മറ്റൊന്ന്. ഇപ്പം ഇവരതിനെതിരെ നടപടിയെടുത്താൽ ഇവർക്ക് ഇനി അടുത്ത തവണ ഭരണം നഷ്ടപ്പെട്ടാൽ LDF കയറുമ്പോൾ ഇവർക്കെതിരെ നടപടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ചൊറിയാനൊന്നും പോകത്തില്ല. ഇപ്പം നമ്മൾ എപ്പോഴും പറയുന്നുണ്ട് MR അജിത്കുമാറിനെ എന്തുകൊണ്ട് സസ്പെൻഡ് ചെയ്തത്? ഇവിടുത്തെ മാധ്യമങ്ങൾ കിടന്നാലും വിളിച്ചുകൊണ്ടാണ്. എന്നാലും ഇപ്പോഴും രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ട്. അതെ, നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അയാൾ കാറ്റിൽ പോകുന്നുണ്ട്. കാറ്റിൽ പോകുമ്പോൾ സർക്കാരിൻ്റെ മറുപടി എന്തെന്നതിനെ ആശ്രയിച്ചിരിക്കുകയാണ് സസ്പെൻഷൻ്റെയും മറ്റു കാര്യങ്ങളുടെ എല്ലാം മുന്നോട്ടുള്ള പോക്ക്. അവിടെ കാറ്റിൽ പോകുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അതിനെ എങ്ങനെ പ്രതിരോധിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. അത് മാത്രമല്ല, കാറ്റിലുള്ള സർക്കാർ അഭിഭാഷകം പഴയ പിണറായി അഭിഭാഷകം തന്നെയാണോ അതോ ഇവർ നിയമിച്ചാണോ എന്ന് നമുക്കറിയില്ല. അതെ, അത് മാത്രമല്ല അയാൾക്കെതിരെ കേസെടുത്തിട്ടില്ല. ഫോർജറി നടത്തിയതിന് കേസെടുത്തിട്ടില്ല, അധികാര ദുർവിനിയോഗത്തിന് കേസെടുത്തിട്ടില്ല. അയാളുടെ വകുപ്പിലല്ലാത്ത ഒരു സംഭവം വിളിച്ചു വരുത്തി അയാൾ തിരുത്തിച്ചിട്ട് അതിന് കേസെടുത്തിട്ടില്ല. ശക്തമായ മൊഴി ഉണ്ടെന്ന് പറഞ്ഞാണല്ലോ ഇവർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതിനാണെങ്കിൽ ഇനി ചെയ്യേണ്ടത് ആരെങ്കിലും കോടതി സമീപിക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ശക്തമായ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സസ്പെൻഡ് ചെയ്തെങ്കിൽ അതേ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ കേസെടുക്കാം. ഇയാൾക്കെതിരെ മാത്രമല്ല, ഈ പറഞ്ഞ ഉദ്യോഗസ്ഥർക്ക് എല്ലാം എതിരെ കേസെടുക്കാം, ക്രിമിനൽ കേസ് എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ബിജു പ്രഭാകരന്റെ ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് വലിയ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. അതായത് ഒരാവശ്യവും ഇല്ലാത്തടത്ത് ബിൽഡിംഗ് പണിയാണ്. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ സ്കൂളുകൾ നമ്മുടെ നാട്ടിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ സർക്കാർ സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, പക്ഷെ അവിടെ കെട്ടിടം വയ്ക്കുന്നതിന് യാതൊരു കുറവുമില്ല. അതായത് ഒരു കുട്ടി വരെ പഠിക്കുന്ന സ്കൂളിൽ വരെ കെട്ടിടം വയ്ക്കുകയാണ്. 2 നില ബിൽഡിംഗ് ഒക്കെ വയ്ക്കുന്നത്, ക്ലാസ് മുറിയൊക്കെ ആയിട്ട്. അതുപോലെ ഡോക്ടർമാരില്ലാത്ത ആശുപത്രികൾ, ഇതിനെല്ലാം കെട്ടിടം പണിയാണ്. പത്തനംതിട്ടയിൽ അന്ന് ഒരു ആശുപത്രി വെച്ച് ഒരു ദിവസം കൊണ്ട് പെയിന്റ് അടിച്ച് പണി തീർത്തിപ്പോൾ അത് ബലക്ഷയമാണ് ആ സംഭവത്തിന് ആണല്ലോ. അപ്പൊ ഈ പറയുന്ന അങ്ങനെ ഇതെല്ലാം ഒരു കമ്മീഷൻ വർക്കായിരുന്നു. ഇതിന്റെ കമ്മീഷൻ എവിടെയൊക്കെ പോയി? കിഫ്ബിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമാണോ, അതോ പൊതുമരാമത്ത് മന്ത്രിക്ക് പോയിട്ടുണ്ടോ, അതോ മുഖ്യമന്ത്രിക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ
പുറകെ അറിയാം. കാരണം ഒരു കറക്ക കമ്പനിയായിരുന്നല്ലോ. ഉറപ്പാണ് ഈ കിബിയെ ഇത്രത്തോളം വഷളാക്കിയത് കഴിഞ്ഞ 10 വർഷമാണ്. KM എബ്രഹാം എന്ന് പറയുന്ന മുൻ ചീഫ് സെക്രട്ടറി ഇതിൻ്റെ CEO ആയി വന്നതിന് ശേഷമാണ് ഇത്രയും വലിയ അഴിമതി ഇവിടെ നടന്നിട്ടുള്ളത്. 70,000 കോടിയിൽ പരം രൂപയുടെ പദ്ധതികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്, കിബി വഴി നടത്തിയത്. അപ്പോൾ അതിൻ്റെ പകുതിയും കമ്മീഷൻ അടിസ്ഥാനത്തിൽ ചോർന്നു പോയി എന്നാണ് പറയുന്നത്. ഈ ആശാമാർക്ക് ഇന്ത്യയിൽ തന്നെ ഉണ്ടോ, വിദേശത്തെങ്ങാനും പോയി സ്വസ്ഥ ജീവിതം ആരംഭിച്ചെന്നുള്ള അന്വേഷിച്ച് നോക്കേണ്ടി വരും. ഇതിൻ്റെ തലപ്പത്തിരുന്നവരൊക്കെ ഇവിടെ ഓടി രക്ഷപ്പെട്ട ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാം ഇപ്പോൾ എവിടെയാണെന്നുള്ളത് ആദ്യം അന്വേഷിക്കണം. ഇപ്പോൾ ഈ 70,000 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കിയതിൽ 35,000 കോടി രൂപ മാത്രമേ ആ പദ്ധതിക്കായിട്ട് വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളൂ. ബാക്കി 35,000 കോടി രൂപ എന്ന് പറയുന്നത് ഈ ഉദ്യോഗസ്ഥരുടെയും കമ്മീഷൻ, ഈ പറഞ്ഞ കോൺട്രാക്ടർമാരുടെ ലാഭവിഹിതം, ഉദ്യോഗസ്ഥന്മാരുടെ കമ്മീഷൻ, ഈ ഇനത്തിൽ ചോർന്നു പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് പൊതുമരാമത്ത് നിർമ്മാണങ്ങളിൽ ടെൻഡർ കൈക്കലാക്കാനും സമയബന്ധിതമായ ബില്ലുകൾ മാറിക്കിട്ടാനും വേണ്ടി വൻ തുക കരാറുകാർ മാറ്റിവെക്കുന്നു. അത് ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരാൾ ഒരു പണിയെടുത്താൽ, ഒരു കരാറുകാരനെടുത്താൽ അയാൾക്ക് ഇതിൻ്റെ 50% ലാഭവിഹിതം ലക്ഷ്യമിട്ടാണ് അയാൾ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ 25% അയാൾക്ക് തന്നെ വേണം, ബാക്കി 25% ഇത്രയും പേർക്ക് വീതം വയ്ക്കണം. അപ്പോൾ എത്രയാണ്? അതായത് ഒരു പണി ചെയ്യുമ്പോൾ അയാൾ, അപ്പോൾ യഥാർത്ഥത്തിൽ ആ പണിക്ക് നിയോഗിക്കേണ്ടതിൻ്റെ 50% കൂടുതൽ തുക ചെലവഴിച്ചതായി കണക്കുണ്ടാക്കി ആ തുക ഇവർ വാങ്ങിയെടുത്തിട്ട് 25% കരാറുകാരനും കൊണ്ടുപോകും, ബാക്കി കൊണ്ടുപോകുന്നത് ഈ ഉദ്യോഗസ്ഥരും ഇവരും ചേർന്ന സംഭവമാണ്. അതുപോലെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ കിബി ഫണ്ട് ഉപയോഗിച്ച പല കെട്ടിടങ്ങളും ഉപയോഗശൂന്യമായി കിടക്കുന്നു. ആരോഗ്യ മേഖലയിൽ കോടികൾ മുടക്കി കൂറ്റൻ കെട്ടിടങ്ങൾ നിർമ്മിച്ചെങ്കിലും ആവശ്യത്തിന് ഡോക്ടർമാരോ അനുബന്ധ നഴ്സുമാരോ അനുബന്ധ ഉപകരണങ്ങളോ ഇല്ല. 1970-കളിൽ 7 ലക്ഷത്തിലധികം കുട്ടികൾ പഠിച്ചിരുന്ന സ്ഥാനത്ത് നിലവിൽ അത് 2.7 ലക്ഷമായിട്ട് പൊതുവിദ്യാലയങ്ങളിൽ കുറഞ്ഞു. അതായത് 7 ലക്ഷം കുട്ടികളിൽ നിന്ന് അതിൻ്റെ പകുതിയിൽ താഴെ കുറഞ്ഞു. അപ്പോൾ എന്നിട്ടും പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്ന് പറയുന്നത് ഈ കെട്ടിട നിർമ്മാണത്തിൽ മാത്രമായിട്ട് ഒതുങ്ങുകയാണ്. ഇവർ ഏറ്റവും രസമുള്ള കാര്യമാണ് ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണം എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരാണ്, ഇത് KSTA കൂടുതൽ. ഇവരൊക്കെ മക്കൾ പഠിക്കുന്ന എവിടെയെന്ന് അറിയാമോ? അവിടെയാണ്. അപ്പം ഞങ്ങളെ ഇവർ ഈ വാർത്താ സമ്മേളനത്തിന് വരും KSTA. അപ്പം നമ്മൾ നിങ്ങളുടെ മക്കൾ എവിടെയാണ് പഠിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞത് ഇത് സ്ഥിരം ഒരു ചോദ്യമാണ്. അപ്പോൾ അത് ഞങ്ങളുടെ മക്കളൊക്കെ പൊതുവിദ്യാലയം, നിങ്ങളുടെ അംഗങ്ങളുടെ മക്കളല്ല ഇവിടെ പഠിക്കുന്ന ഒരു ദിവസം ഞാൻ ചോദിച്ചു. അപ്പോൾ ഇവർ പറയുന്നത് എന്തറിയോ, ഞങ്ങളുടെ അംഗങ്ങൾ മക്കൾ ചിലർ CBSE സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചാൽ അവരെ നിങ്ങൾ എന്തിനാണ് അംഗത്വത്തിൽ നിലനിർത്തിയിരിക്കുന്നത്? നിങ്ങൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് അല്ല, അവർ അംഗത്വം എടുക്കുമ്പോൾ നമുക്ക് വേണ്ടാന്ന് പറയാൻ പറ്റും. ഞാൻ ചോദിച്ചു, പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കാൻ നിങ്ങളുടെ ഈ റാലിയുടെ മുന്നിൽ അവരിൽ ചിലരെ കാണുന്നുണ്ടല്ലോ, അല്ല അവരോട് ഞങ്ങൾ പറയാറുണ്ട് ബാക്കിൽ പോയി നിൽക്കണം, ഉപദേശിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം. എന്താണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം? ഇതൊക്കെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം. കഴിഞ്ഞ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടി പഠിച്ചത് പിന്നെ സ്കൂളിലാണ്. അതുപോലെ മിക്ക കെട്ടിടങ്ങൾക്കും വാട്ടർ പ്രൂഫിംഗ് ഉറപ്പാക്കാൻ കഴിയാത്തതിനാൽ നിർമ്മാണം പൂർത്തിയാക്കി അധികം വൈകാതെ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ്. നിയമസഭാ മന്ദിരം ഉദ്ഘാടനം കഴിഞ്ഞ് ആദ്യ മഴയിൽ തന്നെ ചോർന്നൊലിച്ചത് പിന്നീട് അതിനു മുകളിൽ താൽക്കാലിക റൂഫിംഗ് ഇടേണ്ടത് വന്നതും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന് ആലോചിച്ച്, ഒരാളെങ്കിലും നിർമ്മിച്ച വയനാട്ടിലെ വീടിന്റെ അവസ്ഥ എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞിട്ടുള്ളതുണ്ട്, 35 വർഷക്കാലത്ത് നടന്ന ഏറ്റവും വലിയ കൊള്ള കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് കിബി വഴിയാണ്. ആ ഗവൺമെന്റിനെ കുറ്റം പറയുന്നൊന്നും അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. യാഥാർത്ഥ്യം പറയണമല്ലോ, അറിയാൻ പറ്റുള്ളൂ, ഉദ്യോഗസ്ഥന്മാർക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് വെക്കുന്നത്. അപ്പോൾ വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്. വലിയ കൊള്ള എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, 70,000 കോടി രൂപയുടെ പദ്ധതി 35,000 കോടി രൂപയും പദ്ധതിക്ക് ചെലവഴിക്കുന്നു. ബാക്കി 35,000 കോടി രൂപ കൊള്ളയടിച്ചിരിക്കുന്നു. ഇത് നിസ്സാരമായ വെളിപ്പെടുത്തലല്ല, ഇത് നിസ്സാരമാണ്. ഈ തുക ചെറുതാണോ? ഈ തുക ചെറുതാണ്. കേരളം എത്ര കോടി രൂപയുടെ കടക്കണിയിലാണ്? 0.7 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലാണ്. അതാണ് കറക്റ്റ്. ഞാനത് ഇപ്പോൾ ഓർത്തത്. 3.07 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലാണ് കേരള സംസ്ഥാനം ഉള്ളത്. അപ്പോഴാണ് നമ്മൾ പറയുന്നത് 70,000 കോടി രൂപയുടെ പദ്ധതിയിൽ 35,000 കോടി രൂപയും കമ്മീഷൻ ഇനത്തിൽ അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ആശാന്മാരാണ് ഇവിടെ ഭരിക്കുന്നത്. എന്നിട്ടാണ് ഇവിടെ ഒരു 3ാം പിണറായി സർക്കാരിന് വേണ്ടി ഇവിടെ കോപ്പ് കൂട്ടിയത്. അതിനും ചെലവഴിച്ച എവിടുന്നാ?
സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടല്ല, അടിച്ചു മാറ്റിയതെല്ലാം പോക്കറ്റ് ഇരിപ്പുണ്ട്. അതാണ്. അതവിടെ വെച്ചിട്ട് ഭദ്രമാക്കി വെച്ചിട്ട് കിബിയിൽ നിന്ന് എടുത്തോണ്ട് പോയി. പരസ്യം കൊടുത്ത വകയിൽ എത്ര 126 കോടി രൂപയോ 236 കോടി രൂപയോ മറ്റോ ആണ് ഈ ഞങ്ങളല്ലാതെ മറ്റാരും കിഫ്ബിയെ കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാം തോമസ് ഐസക്കിന് ഒരു പുച്ഛച്ചിരിയുണ്ട്. അയാൾ പുച്ഛമാണല്ലോ അയാളെ മൊത്തം പുച്ഛച്ചിരി ചിരിയിരിച്ചിട്ട് പിന്നെ കുറെ ഈ ഇക്കണോമിക്സിന്റെ കുറെ സൈദ്ധാന്തിക വാക്കുകൾ പുള്ളി ഉപയോഗിക്കും. ആർക്കൊന്നും മനസ്സിലാവും. അല്ല, ഇതിനകത്തെ രസം എന്താ, പെട്രോൾ സെസ്, ഇന്ധന സെസ് ആണല്ലോ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വരുമാനമാണ് കിബിയിൽ എന്ന് പറഞ്ഞ്. ഈ പൈസ മുഴുവൻ മേടിച്ച് ഇങ്ങോട്ട് എടുത്ത് ഇവരങ്ങ് ചെലവ്, അത് അന്ന് തന്നെ ഇതിലോട്ട് ചെല്ലണം. ഇന്ധന സെസ് അന്ന് തന്നെ ചെല്ലണം. അത് ഇവരെടുത്ത് ചെലവഴിക്കുക. എന്നിട്ട് ഈ പൈസ ആര് വീട്ടണം? സർക്കാർ വീട്ടും. മാത്രമല്ല ഇവരെ മുഴുവൻ പേരെ ബന്ധുക്കളും വീട്ടുകാരും പാർട്ടിക്കാരും എല്ലാവരും സ്റ്റാഫാണ് സംഭാഷണം വെച്ചിരിക്കുകയാണ്. ഈ വരുമാനം നേരെ കിബിയിലോട്ട് പോകും, അവിടെ പുട്ടടിക്കും. എന്നിട്ട് ഈ കടം ആര് വീട്ടണം? അത് കിബി വീട്ടൂല. ആര് വീട്ടണം? സർക്കാർ വീട്ടണം. അങ്ങനെയാണ് ഈ പറയുന്ന വലിയ കടക്കണിയിൽ കിടക്കുന്നത്. ബിജു പ്രഭാകർ IAS പറഞ്ഞിരിക്കുന്നത് ഈ കഴിഞ്ഞ 35 വർഷത്തിൻ്റെ ഇടയിലെ ഏറ്റവും വലിയ പകൽക്കൊള്ള നടന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കിബിയിൽ വഴിയാണ്. അത് കേരളം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ പറയുന്നല്ലോ CJP ഒരു മുന്നേറ്റമാണ്. അതുപോലെ എന്തെങ്കിലും ഒരു മുന്നേറ്റം കേരളത്തിലും വേണം. ഇതൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടണം. ഇത് കട്ടുകൊണ്ട് പോയമാരെ മുഴുവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഒരുത്തനെയും വെറുതെ പൊതുജനത്തെ ഇവർ ഭയക്കുന്ന ഒരു കാലം വരണം. ഈ രാഷ്ട്രീയക്കാരെപ്പോഴും ഒറ്റക്കെട്ടാണ്, ആര് ഭരിച്ചാലും. ഇത് പഴയ പഞ്ചവടി പാലത്തിലെ പോലെ ഒരു കുഴപ്പമില്ലായിരുന്ന പാലത്തിനെ പൊളിച്ചു കളഞ്ഞിട്ട് പുതിയ പാലം നിർമ്മിക്കാൻ നടക്കുന്ന വിദ്വാന്മാരെ കഥയാണ്. അതിന്റെ വേറെ പതിപ്പാണിത്. ഒരു കുഴപ്പമില്ലാത്ത കെട്ടിടങ്ങളോ പൊളിച്ചു കളഞ്ഞിട്ട് അവിടെ വേറെ കെട്ടിടം ഉണ്ടാക്കുക, അത് അങ്ങ് ഇരിക്കുക, പൊളിഞ്ഞു വീഴുക. അത് വീണ്ടും പിണറായി വിജയൻ കട്ടതും മോഷ്ടിച്ചതും ഒന്നും പൂക്കി പുറത്ത് കൊണ്ടുവരുമെന്ന് ആരും വിചാരിക്കരുത്. പൂക്കിയൊന്നും അതിന് നിൽക്കില്ല. ഇതൊരു ധാരണയുടെ പുറത്ത് പോകുന്ന ഭരണമാണ്. ഒരാൾ മാറി മറ്റൊരാൾ വരുന്ന പൂക്കിക്കെതിരെ തൊട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അവരവരുടെ ഭാഗം നോക്കി അവരും മുന്നോട്ട് പോകത്തേ ഉള്ളൂ. അതേ ഇവിടെ സംഭവിക്കും.